ഇങ്ങനെ വിലക്കയറ്റം രൂക്ഷമായ ഒരു കാലഘട്ടത്തിന് മുമ്പുണ്ടായിട്ടുണ്ടോ? തക്കാളിപ്പെട്ടിക്കൊക്കെ ഗോദ്രജിന്റെ കൂട്ടിടേണ്ടി വന്നില്ലേ? മാറ്റിച്ചേരാ എത്ര രൂപയാണ്? 40 ഉറുപ്പ്യ തക്കാളിക്ക് വരെ വന്നില്ലേ? എന്റെ അമ്മനോട് ചോദിച്ചു, മാനേത് കിലോ 10 എന്ന് പറഞ്ഞ് വന്നിരുന്ന സാധനല്ലേ? ഞാൻ അമ്മാനോട് പറഞ്ഞു 2 കിലോ 10 തന്നെ വന്നിരുന്നു, വാരി കൊടുത്തിരുന്നു. ഈ വിലക്കയറ്റം രൂക്ഷമായ സമയത്ത് ഉമ്മനോട് ചോദിച്ചു, പിന്നെ തക്കാളി ചാറ് വെക്കാൻ എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞു, പഴയ മാതിരി നല്ല ഭരണം വേറെയാണ്, അതുകൊണ്ട് തൽക്കാലം എന്തെങ്കിലും 1 or 2 എടുത്ത് ഇങ്ങനെ ഉപയോഗിച്ചാൽ മതി. ഉമ്മ പറഞ്ഞു, ഇതിന്റെ ഒരു ചൂരും മണൊക്കെ വേണ്ടേ കുട്ടിയെ? ഞാൻ പറഞ്ഞു, ചൂരും മണൊന്നും വേണ്ട, നിങ്ങൾ ആ ഒരു തക്കാളി എടുത്തിട്ട് ആ ചാറിന്റെ ചട്ടിമൊന്നുണ്ട് വിഞ്ഞാങ്ങിക്കാളി. ഈ പറമ്പിലും ഈ ദേഹത്തിലും ഈ കേരളം എന്നാകെ ഉപദ്രവിക്കുന്ന സഖാവ് അച്യുതാനന്ദൻ, കൊടിയേരി, പിണറായി തുടങ്ങിയ എല്ലാ മൂർത്തികളും ഒരു 2 കൊല്ലത്തേക്ക് കൂടി അടങ്ങി നിൽക്കണമെന്ന് പറഞ്ഞ അടുപ്പിൽ കണ്ടിട്ടും തേച്ചിട്ടൊരു പൊട്ടിയേക്കും. ആ മണം മതി നമുക്ക്, വേറെ ആലോചിച്ചിട്ട് കാര്യമില്ല. രൂക്ഷമായി പോയി, ബാണം പോലെ കുതിച്ചു വരിക. ഞാൻ ചോദിക്കുന്നു, മാറ്റിച്ചേരാ, ഇങ്ങനെ കറണ്ട് കട്ടുണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങളെ ഭരണത്തിൽ കറണ്ടിന് ചാർജ് കുറച്ചു എന്ന് മാത്രമല്ല, എമർജൻസി മുഴുവൻ കേടുന്നു. കാരണം എന്താ? ഉപയോഗിക്കായിട്ട്. എന്നാ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? രാവിലെ കറണ്ട് പോണ്, ഉച്ചക്ക് കറണ്ട് പോണ്, വൈകുന്നേരം കറണ്ട് പോണ്, എന്നിട്ട് കറണ്ട് കട്ട് ദശാമാരിവിന്റെ ഇടയിൽ. എന്റെ മുനീർ സാഹിബ് ആ റോഡ് നന്നാക്കിയപ്പോഴാണ് ഒരു വിദേശി വന്നിട്ട് ചോദിച്ചത്, ആരാണ് ഇവിടുത്തെ പൊതുമരാമത്ത് മന്ത്രി? ആ റൂമിൽ അതാ അനക്സിന്റെ വാതിൽ മുട്ടി. സൂര്യപ്രഭ പോലെ അത്തോളിയിലെ മുത്ത് സിയച്ചിന്റെ പുന്നാര മോൻ മുനീറിന് കടന്നു വന്നു. ആ വിദേശി പറഞ്ഞത് കേക്കണം ലീഗ് വിരോധികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ. എന്താ വിദേശി പറഞ്ഞത്? മോനെ മുനീറെ, നിന്റെ മുഖം പോലെ സുന്ദരമാണ് നാഷണൽ ഹൈവേ എന്നാണ്. മാറ്റിച്ചേരാ മോനെ മുനീറെ, എന്റെ മുഖം പോലെ സുന്ദരമാണ് നാഷണൽ ഹൈവേ എന്നാ. സഖാവേ, മുനീർ സുന്ദരനാ, ഓ വല്ലാത്തൊരു സംഭവമാണ്. അതേമാതിരി ഒന്ന് എന്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. ഇപ്പൊ ഈ മാറ്റി